നമസ്കാരം, ഞാൻ ഡോക്ടർ എൽ വനജ, മാവേലി ഹോസ്പിറ്റൽ, അടൂർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അലക്ഷ്യമായി പറിച്ചു കളയുന്നതും നമുക്ക് അറിഞ്ഞുകൂടാത്തതുമായ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു, കുറച്ചെങ്കിലും ഉപയോഗപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന തുളസി ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ പവിത്രമായി വെച്ചുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഔഷധയോഗ്യമാണ്. ഇതിന് കീടങ്ങളെ അകറ്റാൻ ശക്തിയുള്ള ഒരു നറുമണം തന്നെ ഉണ്ട്. ഇത് പനിക്ക് വളരെയധികം പ്രയോജനപ്രദമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ ഇത് വിഷത്തെ ഇല്ലാതാക്കുവാനും രുചിയെ വർദ്ധിപ്പിക്കുവാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ തനിനീര് തേനും ചേർത്ത് ഉപയോഗിച്ചാൽ പനി ശമിക്കാറുണ്ട്. ഇതിന്റെ ഇല മഞ്ഞൾ ചേർത്ത് അരച്ചു പുരട്ടിയാൽ വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന അസ്വസ്ഥതകൾ ശമിക്കുന്നതാണ്. തുളസിയിലയും മഞ്ഞളും കൂടി അരച്ച് ഗുളിക രൂപത്തിൽ ഉള്ളിൽ കഴിക്കുന്നതും നല്ലതാണ്. പേനുള്ള കുഞ്ഞുങ്ങളുടെ തലയിൽ തുളസി ഇല ഞെരടി മുടിക്കകത്ത് വെച്ച് കെട്ടി രാത്രിയിൽ കിടക്കുന്നതുകൊണ്ട് പേൻ പൂർണ്ണമായി മാറുന്നതാണ്. വയറുകടി ശമിക്കാൻ ദിവസം 3 നേരം തുളസിയിലയുടെ തനിനീര് കുടിക്കുന്നത് നല്ലതാണ്. തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് പീനസം കൊണ്ടുള്ള തലവേദന, പനി, ശ്വാസം മുട്ടൽ ഇവയ്ക്ക് നല്ലതാണ്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ചുമയ്ക്ക് തുളസിയില ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച വെള്ളം കൂടെ കുറേശ്ശെ കൊടുക്കുന്നത് നല്ലതാണ്. തുളസിയില നീര് ഇഞ്ചിയും തേനും ചേർത്ത് കടിക്കുന്നതുകൊണ്ട് ചുമ, ശ്വാസം മുട്ടൽ ഇവ ശമിക്കുന്നതാണ്. കൺപോളയിൽ ഉണ്ടാകുന്ന നീരിനും മറ്റും തുളസിയില നീര് പുരട്ടുന്നത് നല്ലതാണ്. ഛർദിക്ക് പഞ്ചസാരയും മലർപ്പൊടിയും ചേർത്ത് തുളസിയില നീര് കഴിക്കാം. നീരിറക്കത്തിന് തുളസിയില കൽക്കമായി ചേർത്ത് കാച്ചുന്ന വെളിച്ചെണ്ണ തലയിൽ പൊത്തുന്നത് നല്ലതാണ്. പുഴുക്കടിക്കും മറ്റും ഇത് മഞ്ഞളും ചേർത്ത് അരച്ച് പുറമേ പുരട്ടാറുണ്ട്. വിട്ടുമാറാതെ കിടക്കുന്ന പനികളിൽ തുളസിയില നീര് പാലിൻ വെള്ളം ചേർത്ത് കഴിക്കാറുണ്ട്. അടുത്തതായി കടലാടി. കടലാടി അറിയാതെ നമ്മൾ പിഴുതു കളയുന്ന ഒരു ഔഷധമാണ്. മിക്കവർക്കും കടലാടി എന്താണെന്ന് പോലും അറിയത്തില്ല. ഇത് വീടുകളിലും പറമ്പിലും മറ്റും അലക്ഷ്യമായി വളരുന്ന ഒരു സസ്യമാണ്. ഇതിന്റെ നീണ്ട ചിഗരങ്ങളിൽ പൂവും കായും ഉണ്ടാകാറുണ്ട്. ഇത് വലിയ കടലാടി, ചെറിയ കടലാടി എന്നീ 2 വിഭാഗത്തിൽ കാണപ്പെടുന്നു. മൂത്രജമായ രോഗങ്ങളിൽ ഇത് വളരെയധികം ഉപയോഗിക്കുന്നു. കൂടാതെ ഗർഭാശയ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ എന്നിവയിലും ഇത് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെയും എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. വയറിന്റെ അസുഖത്തിനും മറ്റും ഇത് കഷായമാക്കി വെച്ചു കുടിക്കുന്നുണ്ട്. കടലാടി വേരരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ ദിവസവും കഴിക്കുന്നത് കണ്ണിന്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. വിഷമുള്ള ജീവികളും മറ്റും കടിച്ചാൽ ഇതിന്റെ ഇലയും പൂവും എല്ലാം കൂടി അരച്ച് പെട്ടെന്ന് തന്നെ പുരട്ടുന്നത് നല്ലതാണ്. പല്ലിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഇതിന്റെ വേര് ചതച്ച് തേക്കാറുണ്ട്. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി പിന്നീട് ഒരു ദിവസം കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ.